ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ US വിപണികൾ ക്ലോസ് ചെയ്യുന്നത് പോസിറ്റീവിലായിരുന്നു. ഹോർമുസ് കടലെടുക്കിനെ ചൊല്ലിയുള്ള US ഇറാൻ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നതിനിടെ ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയരുകയാണ്. ഇതോടെ ഭാവിയിൽ പണപ്പെരുപ്പം ഉയരുമെന്ന ആശങ്ക വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇന്നലെ US മാർക്കറ്റുകൾക്ക് തുണയായത് പ്രമുഖ ബാങ്കുകളുടെ മികച്ച സാമ്പത്തിക ഫലം തന്നെയായിരുന്നു. പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ അമേരിക്കൻ പണപ്പെരുപ്പ കണക്കുകളും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയുണ്ടായി. ഇന്നലെ അവിടെ നിന്നും പുറത്തു വന്ന ഒരു റിസൾട്ട് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നായിട്ടുള്ള JP മോർഗൻ ചേസ് 2026 രണ്ടാം പാദത്തിൽ റെക്കോർഡ് ലാഭമാണ് നേടിയിരിക്കുന്നത്. LSEG കണക്കുകൾ പ്രകാരം ഒരു US ബാങ്ക് ഒരു ത്രൈമാസത്തിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന ലാഭം കൂടിയാണിത്. ഇന്നലെയാണ് US നിന്നും CPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരുന്നത്. മികച്ച ഒരു ഡാറ്റ തന്നെയായിരുന്നു. എന്നിരുന്നാലും ജൂൺ യോഗത്തിൽ പലിശ നിരക്കിൽ മാറ്റമുണ്ടാകില്ല എന്ന സാധ്യത 83.4% വിപണി വിലയിരുത്തുന്നു. എന്നിരുന്നാലും ഈ വർഷാവസാനത്തിന് മുൻപ് തന്നെ 25 ബേസിസ് പോയിന്റ്സിന്റെ ഒരു പലിശ നിരക്ക് വർധനവുണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് US വിപണിയുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. അതിനു മുന്നേയായി ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ക്രൂയിസ് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു, 8 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തകളെല്ലാം ഇന്നലെ പുറത്തു വന്നിരുന്നു. യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഇന്ത്യൻ വിപണിയും വലിയ ഇടിവിലേക്കാണ് പോയത്. കൂടാതെ ഡോളറിനെതിരെ രൂപ വീണ്ടും ദുർബലമായി 96 കടന്ന് 2 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് രൂപ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച പുറത്തു വന്ന CPI ഇൻഫ്ലേഷൻ ഡാറ്റ 18 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നത്. US ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ വിലക്കയറ്റം വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന സൂചന തന്നെയാണ് WPI ഇൻഫ്ലേഷനും തരുന്നത്. ജൂണിൽ ഇന്ത്യയുടെ മൊത്തവില പണപ്പെരുപ്പം 9.87% ഉയർന്നു. മെയ്യിൽ അത് 9.68% മാത്രമായിരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെയും ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ ഉണ്ടായ കുത്തനെയുള്ള വർധനവാണ് ഈ ഉയർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷം, ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങളും ഇന്ത്യയെ നേരിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭൂരിഭാഗം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും ഹോർമുസ് വഴി ആയതിനാൽ ഈ തടസ്സങ്ങൾ എണ്ണവില ഉയരാനുള്ള ഒരു കാരണമാവുകയും കൂടാതെ ഇവിടുത്തെ ഇന്ത്യയിലെ ഗതാഗത ചെലവും ഉൽപ്പാദന ചെലവും വർദ്ധിക്കാനുള്ള കാരണമാണ് അതുവഴി ഉണ്ടാകുന്നത്. ഇതിൻ്റെ പ്രതിഫലമായിട്ട് രാജ്യത്തെ മൊത്തവില പണപ്പെരുപ്പവും കൂടാതെ CPI ഇൻഫ്ലേഷൻ ഡാറ്റയും ഇൻഫ്ലേഷൻ എല്ലാം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് സമ്മർദ്ദത്തിലായിരുന്ന കോസ്പി മാർക്കറ്റ് ഇന്ന് 6% മുകളിലുള്ള ഒരു നേട്ടത്തിലാണ് ട്രേഡിംഗ് നടത്തുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.8% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,049 എന്ന നിലയിലാണ്. ഏകദേശം 20 മുതൽ 25 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇന്ന് നമുക്ക് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ് ഇപ്പോഴത്തെ ഒരു നിലവെച്ച് സാധ്യത കാണുന്നത്. എന്നിരുന്നാലും ഇന്ന് IT ഇൻഡെക്സ് സമ്മർദ്ദത്തിലാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത തുടർന്ന് നമ്മൾ പറയുന്നുണ്ട്. ഏതായാലും എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും നമുക്ക് കാണാനുണ്ട്. അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഏഷ്യൻ വിപണികളെല്ലാം നല്ല പോസിറ്റിവിറ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ട്രംപിൻ്റെ പുതിയ നീക്കം തന്നെയാണ്. ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ചരക്കുകൾക്ക് 20% ഫീസ് ഇന്നലെ ഏർപ്പെടുത്തിയിരുന്നു. അത് ഇന്ന് പിൻവലിച്ചിട്ടുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് സമ്പൂർണ്ണ ഉപരോധവും പ്രഖ്യാപിച്ചു. ഇന്നലെ ഇന്ത്യൻ വിപണി അടക്കം പ്രധാനപ്പെട്ട മാർക്കറ്റുകളെല്ലാം ഇടിയാനുള്ള ഒരു കാരണം ഹോർമുസ് കടലെടുക്കിൽ ഏർപ്പെടുത്തിയ 20% താരിഫായിരുന്നു. ഏർപ്പെടുത്തിയ 20% ഫീസ് ഇന്ന് പിൻവലിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ മാർക്കറ്റ് വലിയ രീതിയിൽ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് എന്നുള്ള ആശങ്കകളാണ് ഇതെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണ ട്രേഡേഴ്സാണ് ഈ ട്രാപ്പിലെല്ലാം പോയി വീഴുന്നതും. യുദ്ധത്തിൻ്റെതായ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഓയിൽ പ്രൈസുകൾ വീണ്ടും ഉയരുക തന്നെയാണ്. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഇന്ന് $86 ഉയർന്നിരിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ വിപണിയിലടക്കം വലിയ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു വാർത്തയുള്ളത് ഏഷ്യൻ ടെക് ഓഹരികൾ ബുധനാഴ്ച ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. SK ഹൈനിക്സ് ഓഹരി 11% നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദക്ഷിണ കൊറിയൻ മെമ്മറി ചിപ്പ് നിർമ്മാതാക്കളായിട്ടുള്ള SK ഹൈനിക്സിൻ്റെ ഓഹരി 11%-ലേറെ ഉയരുകയുണ്ടായി. ഇതുകൂടാതെ സാംസങ് ഇലക്ട്രോണിക്സ് 7%-അടുത്ത് നേട്ടത്തിലുമാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഒരു ഉണർവാണ് ഏഷ്യൻ ടെക് ഓഹരികളിൽ ഉണ്ടായിരിക്കുന്നത്.
US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇന്നലെ വീക്കായിരുന്നു. ഇൻഫോസിസ് 4% ഇടിഞ്ഞു, വിപ്രോ 3% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.8% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1.6% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.6% ഇടിവും രേഖപ്പെടുത്തി. ഇന്നലെ US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള ഇൻഫോസിസും വിപ്രോയും ഒക്കെ വലിയ രീതിയിൽ തന്നെ ഇടിവിലേക്ക് പോകാനുള്ള ഒരു കാരണം IBM രണ്ടാം പാദത്തിലെ പ്രാഥമിക വരുമാനം സെയിൽസ് വിപണി പ്രതീക്ഷിച്ചതിനേക്കാൾ താഴെയായി റിപ്പോർട്ട് ചെയ്തതാണ്. ഏതായാലും മൊത്തത്തിൽ IT സെക്ടറിനെ സംബന്ധിച്ച് ഒരു പോസിറ്റിവിറ്റി നിലനിൽക്കുമ്പോഴും ഇന്നലെ IBMൻ്റെ റിസൾട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഇൻഫോസിസും വിപ്രോ ADRും ഇടിഞ്ഞത് ഇന്ന് ഇന്ത്യൻ IT സെക്ടറിനെ സംബന്ധിച്ച് ഒരു സമ്മർദ്ദം ഉണ്ടാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്ന് US നിന്നും പുറത്തു വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡാറ്റകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. US നിന്നും GDP ഡാറ്റ പുറത്തു വരുന്നുണ്ട്. ജൂൺ മാസത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ പുറത്തു വരുന്നു. റീറ്റെയിൽ സെയിൽസ് ഡാറ്റ ഇന്നാണ് US നിന്നും പുറത്തു വരുന്നത്. മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ US നിന്നും ഇന്ന് വരുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകളിൽ മോർഗൻ സ്റ്റാൻലി, ജോൺസൺ ആൻഡ് ജോൺസൺ, ബ്ലാക്ക് റോക്ക്, ASML ഹോൾഡിംഗ്സ് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകളാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട HDFC ലൈഫ്, HDFC AMC, ഏഞ്ചൽ വൺ തുടങ്ങിയ കമ്പനികളുടെയൊക്കെ റിസൾട്ട് പുറത്തു വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റ് ഏതൊക്കെ കമ്പനികളാണ് എന്ന് നമുക്ക് നോക്കാം. കൂടാതെ ഇന്ത്യയും UK തമ്മിലുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് ഇന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. അതും ഇന്ന് നിരവധി സ്റ്റോക്കുകൾ ഫോക്കസിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു വാർത്ത കൂടിയാണിത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴിത് 1299 രൂപയ്ക്ക് 3 മാസത്തേക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമുണ്ട്. എല്ലാവരും പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് ഇന്നലെ 1% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇന്നലെ കേരളത്തിലെ ഗോൾഡ് പ്രൈസ് 1,04,720 എന്നതായിരുന്നു പവന് വിലയായിട്ടുണ്ടായിരുന്നത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഏറെ ദിവസങ്ങളായിട്ട് സമ്മർദ്ദത്തിലായിരുന്നു. ഇന്നിപ്പോഴിതാ 4% നേട്ടത്തിലാണ് ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യുന്നത്. $65,000 അരികെയായിട്ടാണുള്ളത്. പുറത്തു വന്ന പ്രധാനപ്പെട്ട ചില റിസൾട്ടുകൾ നോക്കാം. ആദ്യം L&T ടെക്നോളജി സർവീസസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 13% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 356.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 11.5% വർധനവ്, 2,940.1 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തത്. ഡോളർ റവന്യൂവിൽ 0.4% വർധനവ് വന്നു. 309.9 മില്യണിലാണ് ഡോളർ റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 28.1% വർധനവും കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അടുത്തത് ടാറ്റ LXC എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 18.2% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 170.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 14.5% വർധനമാണ് വന്നത്. 1,021.1 കോടി രൂപയിൽ റവന്യൂ റിപ്പോർട്ട് ചെയ്തു. അടുത്തതായി ആനന്ദ് രതി ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന കമ്പനി. പ്രോഫിറ്റിൽ 2.3% വർധനവ് മാത്രം ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. 23.4 കോടി രൂപയിലാണുള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 47.6% വർധനവ് വന്നു. എക്സ്പൊണൻഷ്യൽ ലോസ് ആയിട്ട് കമ്പനി ഇത്തവണ റിപ്പോർട്ട് ചെയ്ത് 20.9 കോടി രൂപയാണ്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം ഹീറോ മോട്ടോകോർപ്പ് എന്ന കമ്പനിയാണ്. ഏത്തർ എനർജിയിൽ 1000 കോടി രൂപ വരെ അധിക നിക്ഷേപം നടത്താൻ ബോർഡ് അംഗീകാരം നൽകി. നിലവിൽ ഹീറോ മോട്ടോകോർപ്പിന് 29.48% ഓഹരിയുടെ പങ്കാളിത്തമാണ് ഏത്തർ എനർജിയിലുള്ളത്. അടുത്തത് ബെൽറൈസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. ജൂലൈ 14 മുതൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റ് QIP ആരംഭിക്കും. ഓഹരി ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 230.79 രൂപയാണ്. അടുത്തത് PDS എന്ന കമ്പനിയാണ്. ഇന്തോനേഷ്യയിലെ പ്രമുഖ വസ്ത്ര നിർമ്മാതാക്കളായിട്ടുള്ള ബുസാന അപ്പാരൽ ഗ്രൂപ്പുമായി തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തം കമ്പനി പ്രഖ്യാപിച്ചു. അടുത്ത കിർലോസ്കർ ബ്രദേഴ്സ് എന്ന കമ്പനിയാണ്. 149.6 കോടി രൂപ വില വരുന്ന ഒരു വിദേശ ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ്, ഈസി മൈ ട്രിപ്പ് എന്ന കമ്പനിയാണ് അടുത്തത്. ജാർഖണ്ഡ് ടൂറിസം വകുപ്പുമായി ഒരു MOU കമ്പനി ഒപ്പുവെച്ചു. അടുത്തത് ഡൽഹി വെറി. അനുബന്ധ സ്ഥാപനത്തിന് RBI NBFC ലൈസൻസ് അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നിവിടെ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഇന്ത്യൻ എക്സ്പ്രസ്, റോയിറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നെല്ലാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നാളെ വീണ്ടും പ്രീ മാർക്കറ്റ് വീഡിയോയുമായി കാണാം. ഏവർക്കും നന്ദി.